പിണറായി വിജയൻ മകളുടെ സ്വകാര്യ താമസ സ്ഥലത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് മാറുകയാണ്. അത് എത്രയും വേഗം തന്നെ വീട് സഹിച്ച് അങ്ങോട്ട് ക്ലിഫ് ഹൗസിൻ്റെ മെയിൻ്റനൻസ് കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് മാറും. പിന്നെ ഈ ഗവൺമെൻറ് ഹൗസ് കുറേ കാലമായി പ്രതിപക്ഷ നേതാക്കന്മാരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ ഗവൺമെൻറ് ഹൗസ് ഒരു 2 നില കൊട്ടാരം അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഉള്ള സ്ഥലമാണ്. അവിടെ ക്ലിഫ് ഹൗസിനൊക്കെ വലുതാണ്, ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. ലിഫ്റ്റ് ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഒരു നിലയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ലിഫ്റ്റ് ഇല്ല. ഒറ്റ നിലയേ ഉള്ളൂ, ഒരു നിലയേ ഉള്ളൂ, അതുകൊണ്ട് ലിഫ്റ്റ് ഇല്ല. അപ്പോൾ പക്ഷേ ഇവിടെ വിചിത്രമായ വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേറെ ഓഫീസ് അനുവദിക്കണമെന്ന്, വീട്ടിൽ ഓഫീസില്ല. അല്ലെങ്കിൽ മനസ്സിലാകത്തോണ്ട് ചോദിക്കുകയാണ്, പിണറായിക്ക് അവിടെ പിന്നെ AK സെൻറ്ററിൻ്റെ അവിടെയുള്ള 2 ഫ്ലാറ്റ് അനുവദിച്ചു എന്ന് പറഞ്ഞ് 2 എണ്ണം സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ഗവൺമെൻറ് ഹൗസായി. ഈ മാസം എത്ര 3 ലക്ഷത്തിന് അങ്ങാണ്ട് വാടകയ്ക്കെടുത്ത ഒരു കൊട്ടാരം പോലത്തെ വീട് ബേക്കറേഷനിലായി. ഇനി വീണ്ടും ഓഫീസ് വേണമെന്നല്ലേ പുതിയ ആവശ്യം? പുതിയതായിട്ട് അത് സെക്രട്ടേറിയറ്റിനകത്തെങ്ങാണ്ട് വേണമെന്നാണ് പറഞ്ഞത്. നിയമസഭയിലോ? നിയമസഭയ്ക്കകത്ത് വേണമെന്നാണ് പറഞ്ഞത്. പ്രത്യേക വലിയ ഓഫീസ് വേണമെന്നാണ്. കാരണം അദ്ദേഹം കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ഇനി ആരെയും കയറ്റാമോ? പ്രധാനമായും അദ്ദേഹത്തിൻ്റെ നായയായ റോബിൻ്റെ സുരക്ഷ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബിൻ പട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. പിണറായി കേൾക്കുന്ന തെറി മുഴുവൻ ഇപ്പോൾ റോബിനൂടെ കിട്ടാത്തുണ്ട്. കാരണം തെറി കേട്ട് റോബിൻ മടുത്ത്. റോബിൻ തന്നെ വിചാരിച്ചു കാണും ഏത് നശിച്ച സമയത്താണോ ഇയാളെ കൂടെ വന്നതെന്ന് റോബിന് തന്നെ തോന്നുന്നുണ്ട്. പട്ടി വളരെ ബുദ്ധിയുള്ള മൃഗമാണ്. നാട്ടുകാർ മൊത്തം റോബിൻ പട്ടിയെ തെറി വിളിക്കുക. ഇനി റോബിൻ പട്ടിയുടെ ബൈറ്റ് മാത്രമേ നാട്ടുകാർക്ക് കിട്ടാത്തുള്ളൂ, ഈ ചാനലുകാർക്ക് കിട്ടാത്തുള്ളൂ. കാരണം റോബിൻ പട്ടി വാർത്തകളിൽ നിറയുന്നു. അപ്പം നമ്മുടെ മോഹൻലാലിന്റെ ഇന്റർവ്യൂവിൽ റോബിൻ കൂടെ ഉണ്ട്. അങ്ങനെയാണ് റോബിൻ നായകനാവുന്നത്. റോബിൻ പട്ടിയെ അന്നാണ് ഈ പുറത്തോട്ട് ഇറക്കി വിടുന്നത്, അല്ലേ? പക്ഷേ പാവപ്പെട്ടവൻ ഒരു പാവം കഥാപാത്രമായ റൈഡിൻ്റെ അന്നാണ് 8-9 മണിക്കൂർ വെളിയിലായിപ്പോയി. വീട്ടിനകത്താണ് ഈ റോബിൻ താമസിക്കുന്നത്. പക്ഷേ അന്ന് ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ട് തന്നെ വീടിൻ്റെ പുറത്ത് കിടക്കേണ്ടത് ഒരുപാട് നേരം അവിടെ കിടന്നു ഇറക്കി വിട്ടു. അപ്പോഴും റോബിൻ പട്ടി ശ്രദ്ധാകേന്ദ്രമായി. റോബിൻ പട്ടി പിണറായി വിജയന്റെ ജീവജാലങ്ങൾ സഹാനുഭൂതി കാണിക്കുന്നതിൽ ഒരെണ്ണം റോബിൻ പട്ടിയാണ്. ഈ റോബിൻ പട്ടി ഇല്ലെങ്കിൽ പിണറായി വിജയൻ ഇല്ല. ലാബ്രഡോർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് പ്രശ്നം ഇതാണ്, അദ്ദേഹത്തിന് റോബിൻ പട്ടിയുടെ സുരക്ഷ പ്രധാനമാണ്. സുരക്ഷ മുഖ്യം ബിഗിലെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം കണ്ടോൺമെന്റിൽ പുള്ളിയും റോബിൻ പട്ടിയും മാത്രം, അവിടോട്ട് വേറെ പാർട്ടിക്കാരെ പോലും അനുവദിക്കുകയില്ല. ബാക്കിയൊക്കെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ കണ്ടോൺമെന്റ് ഹൗസിന് പുറത്ത്. അത് നിയമസഭാ മന്ദിരത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകം ഓഫീസും പിന്നെ എന്താ പറയുന്നത് അനുചര വൃന്ദങ്ങളും പേഴ്സണൽ സ്റ്റാഫുകളും ഒക്കെ വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ ഉണ്ടാവും. മുറി എല്ലാം ഉണ്ട്, 2 ഫ്ലാറ്റ് എല്ലാം ഉണ്ട്. ഇപ്പുറത്ത് വഴുതിക്കാട്ട് ബേക്കറി ജംഗ്ഷനിലുള്ള കൊട്ടാര സദർശന വീട്ടിൽ അവിടെയും മുറിയുണ്ട്. ചുരുക്കത്തിൽ ഒരു 4 വീടാണോ 5 വീടാണോ എന്ന് പേരിടേണ്ട അവസ്ഥയിലാണ് പുള്ളി. നമ്മൾ വേറൊന്ന് ആലോചിക്കണം, ഇദ്ദേഹം എങ്ങനെ പരിലസിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ആ വരികൾ ഇവിടെ ചേർത്ത് വെച്ച് ശ്രീഭൂവിൽ അസ്ഥിര അസംശയം എന്നതിന്റെ ആഭൂതി പുനരിതങ്ങ് കിടപ്പതോർത്താൽ പണ്ടങ്ങാണ്ട് പഠിച്ചതാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10 വർഷം കാലയളവില് അദ്ദേഹം വിചാരിച്ച് ഇനി ഒരു 15 വർഷം, ആ വർഷം കൂടെ കഴിഞ്ഞ് തട്ടിപ്പോയില്ലെങ്കിൽ പിന്നെ ഒരു 5 വർഷം കൂടി. അതായത് അദ്ദേഹം എത്ര നാള് ജീവിച്ചിരിക്കുന്നോ ആ ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ ഈ മുഖ്യമന്ത്രി കസേരയിൽ വിരാജിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് മക്കളും വലിയ വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപരായി ഇരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഇദ്ദേഹം മാത്രമല്ല ഈ എന്താ പറയുന്നത് ഈ മൂഢസ്വർഗത്തിൽ പരിലസിച്ചത്. ഇദ്ദേഹത്തിന്റെ അന്തം കമ്മികളായിട്ടുള്ള പിന്നെ ഭൂതഗണങ്ങളെല്ലാം അങ്ങനെ തന്നെ കരുതി. മാത്രമല്ല ഈ കൂടെ ഈ കാശുണ്ടാക്കാൻ നടന്ന കക്ഷികൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും അങ്ങനെ കരുതി. പി ശശിയും നിലാകൊണ്ടെന്ന് കരുതി വെളുക്കോളം കക്കരുത് മലയാളത്തിൽ. പി ശശിയും MR അജിത്കുമാറും പിന്നെ പോരായെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ടും എല്ലാം കൊണ്ടും ആഹഹ ഓഹോഹോ എന്നായിരുന്നു. ആരെ പേടിക്കാനിരിക്കുന്നു എന്നുള്ളത്. കേരളം നമ്മൾ ഭരിക്കും, കേന്ദ്രം നമ്മളാളിനെ ഭരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല എന്നുള്ള ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ പതനം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അത് അസാധ്യ പതനമായിപ്പോയി. ഇങ്ങനൊരു മനുഷ്യൻ്റെ ഒരു വീഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ഈ വീഴുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു കുറേ കല്ല് പെറുക്കി അടുക്കി വെക്കുമ്പോൾ മേളിൽ നിന്ന് ഒരു കല്ല് വീണു, അടുത്ത കല്ല് വീണു, അതിനടുത്ത കല്ല് വീണു, അങ്ങനെ സാവകാശമല്ല. ഇത് മൂട്ടിന്ന് തന്നെ ചടപടവെന്നും പറഞ്ഞ് മൊത്തം കൂടെ പറഞ്ഞ് താഴെ പോവാണ്. അല്ല, ഇമാതിരി കയ്യിരിപ്പ് കാണിച്ച പിന്നെ മുസോളിനിയും ഗദ്ദാഫിയൊക്കെ നാട്ടുകാരെ തല്ലിക്കൊന്ന കഥയാണല്ലോ. നമ്മുടെ നാട്ടുകാർ അങ്ങനെ മര്യാദക്കാരാണ്, അവർ അങ്ങനെയും ചെയ്യില്ല. അവർ ഇലക്ഷനിൽ കൂടെ 2 അടി കൊടുത്തങ്ങ് വിട്ടു. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനം പോയി. തെരഞ്ഞെടുപ്പ് തോൽവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു തോൽവി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതിനകത്ത് 3 വിമതന്മാർ പുള്ളിക്കെതിരെ വന്ന 3 പേരും ജയിച്ചു കയറി. അവർ നിയമസഭയിൽ വന്നിട്ട് ഇയാളെ നോക്കി പല്ലിളിക്കുക. പിന്നെ അതെ, പിന്നെ എന്താണ് പിന്നെ സംഭവിച്ചിരിക്കുന്നത്? പാർട്ടിക്കാർ മൊത്തം ഊടുപാട് തെറി പറയാൻ തുടങ്ങി.
മൊത്തം ആൾക്കാർ ഊടുപാട് തെറി പറഞ്ഞ് ഈ തെറി കഴിഞ്ഞ കാരണം ദിവസങ്ങളിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ പത്തനംതിട്ട കണ്ട ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ സെക്രട്ടറി കണ്ട് AK സെന്റർ മുന്നിൽ ഒറ്റയ്ക്ക് മുതലായി അത് വിളിക്കുന്നത്. പവനൻ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം വളരെ ആത്മാർത്ഥയുള്ള പാർട്ടി പ്രവർത്തനം. അതാണ് അങ്ങനെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ പാർട്ടിയിലെ അഴിമതികളും ക്രമക്കേടുകളും ഈ മണ്ടത്തരങ്ങളും ഒക്കെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ കത്തെഴുതാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായ അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പം പഠിക്കാമെന്ന് പറഞ്ഞൊരു ആപ്പ് വികസിപ്പിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് പഠിച്ചാൽ എത്ര ഇംഗ്ലീഷ് പറയാത്തവനും പറയാം. ആ രീതിയിലുള്ളൊരു പുസ്തകം വരെ അദ്ദേഹം എഴുതി. പവൻ വളരെ നല്ലൊരു നേതാവായിരുന്നു. DYFIയുടെ ഒക്കെ ജില്ലാ പ്രസിഡന്റും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ഒക്കെ ആയിരുന്ന ആളാണ് പവൻ. അങ്ങനെയുള്ള ആളാണ് പവൻ. പവനെ ഇവർ പുറത്താക്കിയാണ്. പക്ഷെ അദ്ദേഹം പാർട്ടി കൺട്രോൾ കമ്മീഷന് പരാതി കൊടുത്തു. എന്തിനാണ് പവനെ പുറത്താക്കിയത്? പവനൻ ബദൽ രേഖ അവതരിപ്പിച്ചു നമ്മുടെ MVRന്റെ കൂട്ട്. അപ്പോൾ പവനെ അവതരിപ്പിച്ച ബദൽ രേഖയിൽ പറഞ്ഞിരുന്ന എല്ലാം പാർട്ടി വഴിതെറ്റിപ്പോകുന്നതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ വന്ന് പവനെ ഇവർ പുറത്താക്കിയപ്പോൾ പവനൻ എന്തോ ഇത് കൺട്രോൾ കമ്മീഷന് കത്തെഴുതി, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു പവൻ പറഞ്ഞതെല്ലാം പാർട്ടിക്ക് വേണ്ട കാര്യങ്ങളാണ്, അയാളെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. ഇതുവരെ അയാളെ തിരിച്ചെടുത്തിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു? അയാളെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ എങ്ങാണ്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് സേവ് മീ ആൻഡ് സേവ് CPM എന്ന് പറഞ്ഞു വന്ന് നിന്നെ ഒറ്റയാൾ സമരമായിരുന്നു. EP ജയരാജൻ എന്ന് വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്തു. എന്തായിന്ന് അറിയത്തില്ല. അകത്തോണ്ട് ഇടി ഇപ്പൊ അവനെ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിക്കുന്നു. 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു യഥാർത്ഥ ഒരു പാർട്ടി പ്രവർത്തകനാണ് പവനൻ എന്ന് പറയുന്നത്. പാർട്ടിക്ക് പുറത്താണ്. റോബിൻ പട്ടിക്ക് AK സെന്റർ എപ്പോൾ ഫ്ലാറ്റ് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ മതി. എനിക്കും എന്റെ പട്ടിക്ക് സെപ്പറേറ്റ് ഫ്ലാറ്റ് വേണമെന്ന് അതും പ്രശ്നമാവും. CID മൂസയിൽ ദിലീപ് കുറെ കണ്ടീഷൻസ് വയ്ക്കും. പട്ടിയെ കൊണ്ടുവരുമ്പോഴേ ഫ്ലാറ്റ് എടുത്ത് തരണം, പിന്നെ അതിന് ചില മെനു കാർഡ് ഭയങ്കര ലിസ്റ്റ് കൊടുക്കില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. റോബിനാണ് ഇപ്പോൾ താരം. റോബിൻ പട്ടിക്കും പിണറായി വിജയനും സുരക്ഷ വേണം. ഞങ്ങളെ വെളിയിൽ നിന്ന് ആൾക്കാർ ആക്രമിക്കും. അതുകൊണ്ട് ഒറ്റ ഒരെണ്ണത്തിന് ഞങ്ങൾ കണ്ടോൺമെൻറ്റ് ഹൗസ് കയറ്റുകയില്ല, എല്ലാവരും പുറത്തു നിന്നോണം, ഒറ്റ ഒരുത്തരകത്ത് കയറിപ്പോയേക്കരുത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയൻ്റെ നമ്മൾ വീഴ്ചയുടെ കഥയാണല്ലോ പറഞ്ഞത്. നാട്ടുകാർ മൊത്തം തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിയെ. തോൽപ്പിച്ചു, ഘടകകക്ഷികൾ വരെ ചീത്ത വിളിക്കാൻ. അങ്ങനെ ഇരുന്ന് ആ തെറി കേട്ട ഒരു പരുവത്തിലിരിക്കുമ്പോഴാണ് ഇതാ ED വരുന്നത്. ED റെയ്ഡിന് വരുന്ന അന്നേരമാണ്. അതോടുകൂടി പുള്ളി ആകെ പെട്ടു. അങ്ങനെ വന്നപ്പോഴാണ് നിയമസഭ ധവളപത്രം വരുന്നു. ധവളപത്രം കൈ കിട്ടുന്നതിന് മുമ്പ് ധവളപത്രം പൊളിറ്റിക്കലാന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു. അവിടെയും പണി കിട്ടി പുള്ളി. അന്നേരം ED സതീശൻ ചോദിച്ചു, താങ്കളുടെ കയ്യിൽ ധവളപത്രം ഇതുവരെ വന്നിട്ടില്ലല്ലോ, താങ്കൾ പിന്നെ എങ്ങനെ അറിഞ്ഞു ഇത് പൊളിറ്റിക്കലാണ്? അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പെട്ട് ആകെ നാശമായിട്ട് ഇപ്പം ബദൽ ധവളപത്രവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയോ? 2 സാമ്പത്തിക ചാത്രച്ചന്മാർ. ഒന്ന് കയറുവിരിയും ഒന്ന് നമ്മുടെ ബാലഗോപാലനും. പക്ഷേ ഈ ബാലഗോപാലിന് നിയമസഭയിൽ ഒരു കുന്തവും പറയാൻ പറ്റിയില്ല. ഈ ധവളപത്രത്തിൽ കൈ കൊടുത്തു. അതിനിപ്പോൾ ബദൽ ധവളപത്രം, അതായത് കള്ളൻ കയറിയതിൻ്റെ 7-ാം നാൾ പട്ടി കുറയ്ക്കുന്നു എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ധവളപത്രം കൊണ്ട് ഇനി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം അതിനകത്തെ അബദ്ധ മണ്ടത്തരങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ച് നാട്ടുകാർ ട്രോളാക്കി ഇവരെ ഒരു വഴിക്കാക്കി. കയറുവരിയുടെ പ്രസിദ്ധമായ ചിരിയുടെ ഒരു പുച്ഛച്ചിരിയൊക്കെ ഉണ്ടല്ലോ, തലയാട്ടിട്ട് ഒരു പ്രത്യേക പുച്ഛച്ചിരിയൊക്കെ ഉണ്ട്. അതൊക്കെ ചിരിച്ചു കാണിച്ചു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം കോമാളിയായി പോയി, ബബൂണായി എന്നുള്ള കാര്യം പുള്ളി സ്വയം മനസ്സിലാക്കുന്നതുമില്ല. കേരളത്തെ ജനങ്ങളെ ഇവന്മാരെല്ലാം പുച്ഛത്തോടെ നോക്കി കാണുകയാണെന്നുള്ള കാര്യം ഇവർക്കൊരിപ്പോഴും മനസ്സിലായിട്ടുമില്ല. മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ ലളിത ജീവിതം നയിക്കണമെന്നാണ് വെപ്പ്. അവരുടെ സങ്കല്പത്തിൽ ലളിത ജീവിതം വേണമെന്നാണ്. ഇതാണ് ലളിത ജീവിതം. ഒരു കൺവെൻറ്റ് ഹൗസിലെ ഒരു കൊട്ടാരം, 3 ലക്ഷം രൂപ വാടകയുള്ള ബേക്കറി സ്വന്തം വാടക കിട്ടും, കഴിക്കാൻ നെയ്മീൻ, രാത്രി അണ്ടിപ്പരിപ്പും പാല് കലക്കി കുടിക്കണം, പിന്നെ AK സെന്ററിലെ ഫ്ലാറ്റ്, റോബിൻ പട്ടി AC മുറി, മറ്റു സംവിധാനങ്ങളും എല്ലാം. പട്ടിയായിട്ട് ജനിച്ചാൽ മതി. പക്ഷെ റോബിൻ പട്ടി ശരിക്കും പ്രാഗാണ്. ഇയാൾ കാരണം എനിക്ക് മനസ്സമാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്താണെങ്കിലും റോബിൻ പട്ടിയുടെ സുരക്ഷയെ കൂടി ബാധിച്ചു. ഭാവി നോക്കണം നമുക്ക്. കാരണം പട്ടിക്ക് റോബിൻ പട്ടിയുടെ കുഴപ്പം വെച്ചാൽ അതിന് ഫ്ലാറ്റ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനെ ഈ ഗവൺമെന്റ് ഹൗസ് വിശാലമായ പറമ്പാണ്, അവിടെ അഴിച്ചു വിട്ടിരുന്നാൽ നാട്ടുകാർ കയറിയില്ല അങ്ങോട്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇനി റോബിൻ പട്ടി കയറി ആരെങ്കിലും കടിച്ചെങ്കിലോ എന്ന് കരുതിയൊക്കെ ആയിരിക്കും. അതൊന്നുമല്ല, അദ്ദേഹം ഭീരുവാണ്. ബേസിക്കലി പിണറായി വിജയൻ ഭീരുവാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പിണറായി വിജയൻ മാത്രമല്ല, അണികളും ഭീരുക്കളാണെന്ന് ഇപ്പം നമുക്ക് പല സംഭവങ്ങളിൽ നിന്നും മനസ്സിലായി വരുന്നുണ്ട്. അപ്പം നാട്ടുകാരെ വെരുട്ടി ഇങ്ങനെ കാര്യം സാധിച്ച് കിടക്കുകയായിരുന്നു. ആ വെരുട്ടങ്ങ് നീങ്ങുന്നു, അത്രയും.